അടുത്തൊരു നല്ല ക്വസ്റ്റ്യൻ. ഓക്കെ, തുടങ്ങാം. എന്താണ് വർക്ക് ഡൺ ബൈ മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ ചാർജ്? നോക്കൂ, മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്ത് ഒരു പോസിറ്റീവ് പാർട്ടിക്കിൾ കയറിയാലുള്ള കഥകളെല്ലാം നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് അതിന്റെ മണ്ടയ്ക്ക് ഒരു ഫോഴ്സും കൊടുക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ മാഗ്നറ്റിക് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എത്രയെന്ന് കണ്ടുപിടിക്കാം. ഒന്നും മനസ്സിലായില്ല. എടാ, മാഗ്നറ്റിക് ഫീൽഡ് മനസ്സിലായോ? മാഗ്നറ്റിക് ഫീൽഡ് മനസ്സിലായി. അതിന്റെ അകത്തോട്ട് ആരാണ് തള്ളി തള്ളി കയറുന്നത്? ഒരു ചാർജ്. നോക്കൂ, നമുക്ക് പണി തരാൻ വേണ്ടി ചാർജ് തള്ളി തള്ളി കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചാർജ് മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്തോട്ട് തള്ളി തള്ളി കയറുന്നു. മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ അവനെ ഇട്ട് തള്ളുന്നു. ഓക്കെ, അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ചാർജിന്റെ മണ്ടയിൽ ഫോഴ്സ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ചെയ്യുന്ന വർക്ക് എത്ര എന്ന് കണ്ടുപിടിക്കാൻ പോകുന്നു. ഓക്കെ, ക്ലിയർ ആണ്? ചാർജ് എവിടെ തള്ളി കയറുന്നു? മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്ത് ഓടിക്കയറുന്നു. മാഗ്നറ്റിക് ഫീൽഡ് അവനെ ഇട്ട് തള്ളുന്നു. അപ്പൊ ഈ മാഗ്നറ്റിക് ഫീൽഡ് എത്ര വർക്ക് ചെയ്യുന്നു അവിടെ കണ്ടുപിടിക്കാം. സിമ്പിൾ സാധനം. നോക്കൂ, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്ത് ഒരു ചാർജ് ഓടിക്കയറിയാൽ മാഗ്നറ്റിക് ഫീൽഡ് അതിന്റെ മണ്ടയ്ക്ക് ഒരു ഫോഴ്സ് കൊടുക്കും. ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ പറയൂ. ക്യൂ വി ക്രോസ് ബി എന്നാണ്. ക്യൂ വി ക്രോസ് ബി എന്നാണ്. ബുദ്ധിമുട്ടില്ല. ഇനി ഇതിനകത്ത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യം, ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു വി ആൻഡ് ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ബി. നമ്മൾ പഠിച്ച കാര്യം, ഫോഴ്സ് എന്ന് പറയുന്നത് വിക്കും ബിക്കും പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു വി അല്ലേ? ഫോഴ്സ് വിക്ക് പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഡോട്ട് വി എത്ര വരും? എഫ് ഡോട്ട് വി എത്ര വരും? പെട്ടെന്ന് പറയണം. എ ഡോട്ട് ബി എന്ന് പറഞ്ഞ എന്താണ്? എ ഡോട്ട് ബി എന്ന് പറഞ്ഞ എന്താണ്? എ ബി കോസ് തീറ്റ എന്നാണ്. എക്കും ബിക്കും എയും ബിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ എത്ര? 90. അപ്പൊ തീറ്റ 90 ആയാൽ എ ഡോട്ട് ബിയുടെ ആൻസർ എത്ര വരും? എ ഡോട്ട് ബിയുടെ ആൻസർ എ ബി കോസ് 90. കോസ് 90 എത്ര? 0. അപ്പൊ അതിന്റെ ആൻസർ എത്ര വരും? 0 വരും. ഇതൊക്കെ ഫസ്റ്റ് ഇയറിലെ പിള്ളേർ കണ്ടാൽ നിങ്ങൾ എടുത്തിട്ട് അടിക്കും. നോക്കൂ, അപ്പൊ എന്താണ് എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എ ബി കോസ് തീറ്റയാണ്. എക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ 90 ആണെങ്കിൽ തീറ്റയ്ക്ക് വരാൻ 90 കൊടുക്കൂ. അപ്പൊ എ ഡോട്ട് ബിയുടെ ആൻസർ എത്ര വരും? 0. അതുപോലെ എഫും വിയും പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ എഫിനും വിക്കും ഇടയ്ക്കുള്ള ആംഗിൾ 90 ആണ്. അപ്പൊ എഫ് ഡോട്ട് വിയുടെ ആൻസർ എടുത്താൽ എത്ര വരും? 0 വരും. ഇനി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എം എ ആണ്. അപ്പൊ എഫ് എന്ന് പറഞ്ഞാൽ എം എ ഡോട്ട് വി ഈക്വൽ ടു 0. ഓക്കെ, ഞാൻ ഇപ്പൊ വെക്ടർ സിമ്പൽ ഇടുന്നില്ല, ഞാൻ പ്ലെയിൻ ആയിട്ട് അങ്ങ് എഴുതി പോവാണ്. അപ്പൊ എം എ ഡോട്ട് വി ഈക്വൽ ടു 0. കുഴപ്പമില്ലല്ലോ. എം അതുപോലെ എഴുതി. എന്താണ് ആക്സലറേഷൻ? പെട്ടെന്ന് പറയാം. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഡി വി ബൈ ഡി ടി ആണ് അല്ലേ? ഡോട്ട് വി ഈക്വൽ ടു 0. പേടിക്കാൻ ചെയ്യരുത്. അടുത്ത് ഞാനിവിടെ എനിക്കാണെങ്കിൽ ഇതിനകത്ത് ഒരു 2/2 ഇട്ടോളാൻ വയ്യ. ഞാനങ്ങ് ഇട്ടോട്ടെ. നോക്കൂ, 2/2 ഞാൻ സന്തോഷത്തിന് വേണ്ടി ഇട്ടു. ഓക്കെ, ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ എന്തോ കുരുത്തക്കേട് ഒപ്പിക്കാൻ പോവാണ്. ഇവിടെ ഹാഫ് വെളിയിലെടുത്തു. ഓക്കെ, എമ്മും വെളിയിലെടുത്തു. ഓക്കെ, ബാക്കി 2 ഉണ്ട്. ബാക്കി ഡി വി ബൈ ഡി ടി ഡോട്ട് വി എന്നുണ്ട്. ഓക്കെ, ഈസ് ഈക്വൽ ടു 0 എന്നാണ്. അപ്പൊ ഞാൻ എന്തൊക്കെ പുറത്തെടുത്തു? ഇതിനകത്ത് ഹാഫ് എടുത്തു, എം എടുത്തു, ബാക്കി 2 ഡി വി ബൈ ഡി ടി ഡോട്ട് വി എന്ന് എഴുതി. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതിവിടെ ഇരിക്കട്ടെ. 2 ചക്ക എന്ന് പറഞ്ഞാൽ ചക്ക പ്ലസ് ചക്ക ആണല്ലോ? ആണ്. അപ്പൊ നമുക്ക് ബാക്കി എഴുതാം. നോക്കൂ, ഹാഫ് എം അതുപോലെ എഴുതി. ബാക്കി 2 ചക്ക എന്ന് പറഞ്ഞാൽ ചക്ക പ്ലസ് ചക്ക. അപ്പൊ എങ്ങനെ എഴുതാം? ഡി വി ബൈ ഡി ടി ഡോട്ട് വി പ്ലസ് ഡി വി ബൈ ഡി ടി ഡോട്ട് വി. അതാണ് 2 ചക്ക എന്ന് എഴുതിയത്. ഓക്കെ, ഇസ് ഈക്വൽ ടു 0 എന്നാണ്. ഓക്കെ, ഇനി നമുക്കറിയാന്നുള്ള വേറൊരു കാര്യം, എ ഡോട്ട് ബിയുടെ ആൻസറും ബി ഡോട്ട് എയുടെ ആൻസറും സെയിം ആണ് അല്ലേ? എ ഡോട്ട് ബിയും ബി ഡോട്ട് എയും സെയിം ആണ്. അപ്പൊ ഇതിനെ ഹാഫ് എം അതുപോലെ എഴുതി. ബാക്കി ഇതിനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇതിനെ വി ഡോട്ട് ഡി വി ബൈ ഡി ടി എന്ന് എഴുതി. പ്രശ്നം വല്ലതും ഉണ്ടോ? ഇനി തിരിച്ചെഴുതി. എ ഡോട്ട് ബിക്ക് വരും ബി ഡോട്ട് എ എന്ന് എഴുതി. പ്ലസ് അടുത്ത ഇതും അതുപോലെ എഴുതി. വി ഡോട്ട് ഡി വി ബൈ ഡി ടി എന്ന് എഴുതി. ഇസ് ഈക്വൽ ടു 0. പേടിച്ചൊന്നുമില്ല. ഇനി നമ്മളൊരു പ്രോഡക്റ്റ് റൂൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് യു വി എടുക്കാൻ പറഞ്ഞാൽ യു ഇൻറ്റു ഡി വി ബൈ ഡി ടി പ്ലസ് വി ഇൻറ്റു ഡി യു ബൈ ഡി ടി. സോറി, ഡി ടി എൽ എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ എടുത്തത്? ഡി ബൈ ഡി എക്സ് ഓഫ് യു വി ആണെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇവിടെ ഡി എക്സ് ആയതുകൊണ്ട് താഴെ രണ്ടും ഡി എക്സ് ആണ് വരുന്നത്. അപ്പൊ എന്താണ്? യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് പ്ലസ് വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. ഓക്കെ ആണേ.
അതുപോലെ ഇതിനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. ഹാഫ് എം അതുപോലെ എഴുതി. ഇതെന്ന് പറയുന്നത് ഡി ബൈ ഡി ടി ഓഫ് വി ഡോട്ട് വി അല്ലേ മക്കളെ? അല്ലേ? നേരെ ഒന്ന് നോക്കിയാണ്. ഡി ബൈ ഡി ടി ഓഫ് വി ഡോട്ട് വി അല്ലേ നോക്കിയാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ഫസ്റ്റ്. കറക്റ്റ് ആണ്. ഈസ് ഈക്വൽ ടു 0 എന്നാണ് ഞാൻ എഴുതിയത്. ഇനി അടുത്ത പറയണം, എന്താണ് എ ഡോട്ട് എ എന്ന് പറഞ്ഞാൽ? എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എ ബി കോസീറ്റ. ഓക്കെ, എ ഡോട്ട് എ എന്ന് പറഞ്ഞാൽ എ എ കോസീറ്റ. പ്രശ്നമൊന്നുമില്ല. ആദ്യത്തെ എയും അങ്ങോട്ട്, രണ്ടാമത്തെ എയും അങ്ങോട്ട്. അപ്പൊ തീറ്റയുടെ വാല്യൂ എത്ര? 0. അപ്പൊ തീറ്റയുടെ വാല്യൂ 0. അപ്പൊ എന്തായി? എ എ കോസ് 0. കോസ് 0 എത്ര? 1. അപ്പൊ ആൻസർ എന്തായി? എ സ്ക്വയർ എന്നായി. നമുക്കറിയാന്നുള്ള കാര്യമായിരുന്നു. എ ഡോട്ട് എയുടെ ആൻസർ എന്താണ്? എ സ്ക്വയർ എന്നാണ്. അങ്ങനെയാണെങ്കിൽ വി ഡോട്ട് വിക്ക് വരെ എന്ത് എഴുതാം? വി സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ആൻസർ ആയി ഹാഫ് എം അതുപോലെ എഴുതി, ഡി ബൈ ഡി ടി അതുപോലെ എഴുതി, വി ഡോട്ട് വിക്ക് പകരം വി സ്ക്വയർ എന്ന് എഴുതി, ഈക്വൽ ടു 0. പേടിപ്പിക്കരുത്. ബാക്കി ഹാഫ് എം, ഹാഫ് എമ്മിനെ നമുക്ക് ഇവിടെ കയറ്റി എഴുതാം, കുഴപ്പമില്ല. ഹാഫ് എം കോൺസ്റ്റന്റ് അല്ലേ, അവനകത്ത് കയറ്റി എഴുതാം. അപ്പൊ ഡി ബൈ ഡി ടി അതുപോലെ എഴുതി, ബാക്കി ഹാഫ് എം അത് അകത്ത് കയറ്റി വി സ്ക്വയർ അതുപോലെ എഴുതി, ഈക്വൽ ടു 0. കൊള്ളാമോ? ബാക്കി ഡി ബൈ ഡി ടി അതുപോലെ എഴുതി. ഇത് കൈനറ്റിക് എനർജി അല്ലേ, ഈക്വൽ ടു 0. അപ്പൊ ഇങ്ങനെ നമുക്ക് ഡി ബൈ ഡി ടി ഓഫ് ഒരു കോൺസ്റ്റന്റ് അല്ലേ, 0 വരൂ. അപ്പൊ ഇവിടെ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് എന്നാണ്. കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. വർക്ക് എനർജി തിയറം പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. എന്താണ് വർക്ക് എന്ന് പറഞ്ഞാൽ? ചേഞ്ച് ഓഫ് കൈനറ്റിക് എനർജി എന്നാണ് അല്ലേ. അപ്പൊ വർക്കിന്റെ ആൻസർ എഴുതാൻ പോവാണ്. കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് ആണെങ്കിൽ ചേഞ്ച് ഓഫ് കൈനറ്റിക് എനർജി എത്ര? 0 അല്ലേ. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. വർക്കിന്റെ ആൻസർ 0 എന്ന് കിട്ടി. അടിപൊളിയല്ലേ? മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്ത് ഒരു ചാർജ് തള്ളി തള്ളി കയറി മാഗ്നറ്റിക് ഫീൽഡ് അതിനെ കാലോടക്കി അടിച്ചു. ഓക്കെ, കാലോടക്കി അടിച്ചിട്ടും മാഗ്നറ്റിക് ഫീൽഡ് ചെയ്യുന്ന വർക്കിന്റെ ആൻസർ 0 ആണ്. മനസ്സിലായ? ഇതിങ്ങനെ ചെയ്തു നോക്കുക. ചിലവർക്ക് കിട്ടും, ചിലവർക്ക് കിട്ടൂല. നമുക്ക് കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല. കിട്ടിയില്ലെങ്കിൽ നമുക്ക് മാർക്ക് എത്ര കിട്ടുമെന്നേ ഉള്ളൂ? 0 എന്നേ കിട്ടൂ. നമ്മുടെ പയ്യൻ പറയുന്ന ഡയലോഗ് അറിഞ്ഞൂടെ? അപ്പൊ ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. നമുക്ക് ശരിയായില്ലെങ്കിലും പ്രശ്നമില്ല. നമ്മുടെ ഒരു സ്മാർട്ട് പയ്യൻ പറയുന്ന കേട്ടില്ലേ? സൊല്യൂഷൻ. അപ്പൊ എന്തൊക്കെയാണ്? മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്ത് ആരോടി കയറി? ഒരു ചാർജ് ഓടിക്കയറി. മാഗ്നറ്റിക് ഫീൽഡ് അതിനെ എന്ത് ചെയ്തു? കാലോടക്കി തൊഴിച്ചു. ശരിയല്ലേ? ഈ തൊഴി കൊടുത്തിട്ടും മാഗ്നറ്റിക് ഫീൽഡ് വർക്കൊന്നും ചെയ്തില്ല എന്ന്. അപ്പൊ വർക്ക് ഡൺ ബൈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ആൻസർ എത്ര? 0 എന്നാണ് നമ്മളിപ്പോ പ്രൂവ് ചെയ്ത്. അപ്പൊ സ്റ്റാർട്ടിങ് തൊട്ട് ഞാൻ ഇതൊന്നും കൂടെ എഴുതി കാണിക്കും. നിങ്ങൾ പെട്ടെന്ന് ആൻസറുകളൊക്കെ പറയണം. ആദ്യം നമുക്ക് ആ വെക്ടറിന്റെ ആവശ്യമുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ ഇനി ആ ബേസിക്കും കൊണ്ടിരിക്കും. അതുകൊണ്ട് സ്റ്റാർട്ടിങ് തൊട്ടുള്ള വെക്ടറിന്റെ കാര്യങ്ങളെല്ലാം ഒന്ന് എനിക്ക് പറഞ്ഞു തരാം. എ ഡോട്ട് ബിയുടെ ആൻസർ പറയൂ. What is A dot B? AB cos theta. Okay, തീറ്റയുടെ വാല്യൂ 90 ആണെങ്കിൽ A dot B യുടെ ആൻസർ എത്ര? 0. ഇനി ഇല്ലാതാക്കരുത്. അപ്പൊ AB cos 90 എത്ര വരും? 0. ഇനി A dot A എന്ന് പറഞ്ഞാൽ എന്താണ്? A dot B എന്ന് പറഞ്ഞാൽ AB cos theta. അപ്പൊ A dot A എന്ന് പറഞ്ഞാൽ എന്താണ്? AA cos theta. അവിടെ തീറ്റ എത്ര? 0. അപ്പൊ AA cos 0 എത്ര? 1. അപ്പൊ A സ്ക്വയർ എന്ന് വരും. അപ്പൊ A dot A യുടെ ആൻസർ A dot A ആൻസർ A സ്ക്വയർ. ഓക്കെ, ഇനി A dot B B dot A സെയിം. A dot B B dot A സെയിം. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ ഓർമ്മപ്പെടുത്താം. A പെർപെൻഡിക്കുലർ ടു B ആണെങ്കിൽ A dot B, A വെക്ടർ A പെർപെൻഡിക്കുലർ ടു വെക്ടർ B ആണെങ്കിൽ A dot B യുടെ ആൻസർ എത്ര? 0. അറിയാന്നുള്ള ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, A dot എയുടെ ആൻസർ എത്രയാ? A സ്ക്വയർ. ഓക്കെ, A ഡോട്ട് എയുടെ ആൻസർ A സ്ക്വയർ. ഇനി അടുത്തെന്താണ്? A ഡോട്ട് ബി, A ഡോട്ട് ബി ഈക്വൽ ടു B ഡോട്ട് എ, B ഡോട്ട് എ. ഓക്കെ, ഒരു പ്രശ്നമില്ല. ഇനി എന്താണ് റൂള്? ഡി ബൈ ഡി എക്സ് ഓഫ് യു വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു പറയൂ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. പ്രശ്നമുണ്ടോ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഓക്കെ, റൂൾസ് ഒന്ന് പെട്ടെന്ന് പറയണം. A perpendicular to B. What is A dot B?
0. Then what is A dot A? A square. What is A dot B? A dot B equal to B dot A. അടുത്ത d by dx of u v എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്. പെട്ടെന്ന് പറ. A perpendicular to B. What is A dot B? 0. Then A dot A equal to A square. Then A dot B equal to B dot A. അടുത്ത d by dx of u v. u into d by dx of v plus v into d by dx of u. ക്ലിയർ ആണ്? ഇനി നമുക്ക് ഇതെല്ലാം മായ്ച്ചു കളയാം. എല്ലാം നിങ്ങൾക്ക് അറിയാം. പെട്ടെന്ന് ആൻസറുകൾ പറയുക. See, what is our question? A charged particle is entering a magnetic field. Magnetic field will exert a force on it. Okay. Work done by the magnetic field in this situation is 0. You prove it. Prove, man. So, see, a charged particle is entering magnetic field. Magnetic field will exert a force on it. You prove that the work done by the magnetic field in this situation is 0. Shall we prove? See, a charged particle is entering a magnetic field. Magnetic field will exert a force on the particle. So, what is a force on the charged particle? F is equal to Q V cross B. No doubt. Then it is very clear. This force is perpendicular to what? V and B. Force is perpendicular to V and B. So force is perpendicular to V. Am I right? Then if these two are perpendicular, then what will be F dot V? F dot V will be 0. Then instead of F you can write Ma dot V equal to 0. No problem. Then M, what is A? dV by dt, then dot V equal to 0. No problem. Then what is the next? I am putting 2 by 2 here, 2 by 2. Then M by 2 taken out, balance 2 dV by dt dot V equal to 0. Okay. Then M by 2 as such. 2 chakka means chakka plus chakka. So 2, this item means that item plus that item. So what is that? dV by dt dot V plus dV by dt dot V equal to 0. No problem. Then അടുത്തെന്താണ്? M by 2. Then what is the next one? See, A dot B can be written as B dot A. So it can be written as V dot dV by dt. Next also can be written that way. V dot dV by dt equal to 0. No problem. Then M by 2 as such. What is this actually? It is d by dt of what? V dot V. Okay. First function to derivative second plus second function to derivative first. Am I right? Equal to 0. Then what is the next one? M by 2 into d by dt. Then what is V dot V? A dot A square. V dot V, V square. Okay. Equal to 0. Okay. Then I am keeping M and 2. M and 2 are constants. So you can keep here. So d by dt. Then tell me M by 2. Then V square equal to 0. Then d by dt. What is half mv square? It is kinetic energy. Equal to 0. Okay. On differentiating a constant you will get 0. So definitely K is a constant. So K is a constant here, no doubt. Then according to work energy theorem, work equal to change of kinetic energy. Am I right? Then here kinetic energy is a constant. So what is the change of kinetic energy? 0. So work equal to 0. Okay. You got your result. Work done by magnetic field in this situation is 0. So what is our question? A charged particle enters a magnetic field. Prove that work done by the magnetic field is 0 in this situation. So how will you prove it? So tell me. When a charged particle enters a magnetic field, the force given by the magnetic field is equal to F is equal to Q V cross B. Then F perpendicular to V and B. So F perpendicular to V. If F and V are perpendicular, F dot V will be 0. Then F can be written as Ma dot V equal to 0. Then M, then A is dV by dt dot V equal to 0. Then I am putting 2 by 2 here, no problem. Then M by 2 taken out. Then balance 2 dV by dt dot V equal to 0. Then
2 chakra means chakra plus chakra. So like that 2 dv by dt dot v means dv by dt dot v plus dv by dt dot v equal to 0. No problem. Then what is the next? M by 2 into then a dot b and b dot a are equal. So this can be written as v dot dv by dt. Second also written like that, equal to 0. Then m by 2 as such. Then d by dt of v dot v is this one. Okay. First function into derivative second plus second function into derivative first. Okay. Then a dot a is a square. So similarly v dot v is v square. Then so m by 2 into this equal to 0. Then what is the next? M and 2 are constants. You can keep here. So d by dt m by 2 v square equal to 0. Half mv square is kinetic energy. So d by dt of kinetic energy equal to 0. Then on differentiating a constant you will get 0. So definitely k is a constant. So kinetic energy is a constant. We have studied work energy theorem. What is the theorem? Work equal to change of kinetic energy. Here kinetic energy is a constant. So change of kinetic energy should be 0. So work equal to 0. So work is 0. So work done by magnetic field on a charge entering the field is 0. Is it clear? നമ്മളിപ്പോൾ പറഞ്ഞേനെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയട്ടെ. സോ ഒരു ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. നോക്കിക്കോളൂ. എന്താണ്? നമ്മൾ വർക്ക് ഡൺ ബൈ മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ ചാർജ് ആൻസർ 0 എന്ന് കിട്ടി അല്ലേ? അപ്പൊ ഞാൻ പറയാം. ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? F is equal to QV cross B അല്ലേ? അറിയാം. ഇനി F perpendicular to what? F perpendicular to V ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇനി ഞാനേ ഈ പെന്നിനെ ഇവിടെ നിന്ന് അങ്ങോട്ട് നീക്കി. അപ്പൊ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് അങ്ങോട്ടല്ലേ? അപ്പൊ അങ്ങോട്ട് നീങ്ങുന്ന സമയത്ത് ഇതിന്റെ വെലോസിറ്റി അങ്ങോട്ടല്ലേ? അപ്പൊ വെലോസിറ്റി അങ്ങോട്ടാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് അങ്ങോട്ടാണേ. അപ്പൊ ഇവിടെ വെലോസിറ്റി എന്ന് എഴുതിയ സ്ഥലത്ത് വേണമെങ്കിൽ എന്തെന്ന് എഴുതാം? ഡിസ്പ്ലേസ്മെന്റ് എഴുതിയാലും തെറ്റല്ല. അപ്പൊ എഫ് പെർപെൻഡിക്കുലർ ടു ഡിസ്പ്ലേസ്മെന്റ് എന്ന് ഞാൻ എഴുതും. അങ്ങനെയാണെങ്കിൽ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഒന്നാം ക്ലാസ് പഠിച്ച ഇക്വേഷൻ ആണ്. വർക്കിന്റെ ഇക്വേഷൻ ഇപ്പോഴും അറിയില്ലേ? വർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി എന്നാണ്. ഓക്കെ. എഫിന് ഡിക്ക് ഇവിടേക്കുള്ള ആംഗിൾ എത്ര? 90. അപ്പൊ വർക്കിന്റെ ആൻസർ എത്ര വരും? 0. കഴിഞ്ഞു. അപ്പൊ സിമ്പിൾ ആയിട്ട് ചെയ്തോ. അപ്പൊ ഇങ്ങനെയും പറയാം, ആഡംബരത്തിലും പറയാം. ഇപ്പൊ എന്താണ്, ഇപ്പൊ ഈ കൊച്ചു സ്റ്റെപ്പിലും പറയാം, വലിയ സ്റ്റെപ്പിലും പറയാം. ഇപ്പൊ മാർക്ക് അനുസരിച്ചൊക്കെ കാര്യങ്ങൾ എഴുതുക. ഇപ്പൊ 3 മാർക്കിന് ചോദിച്ചാൽ ഇത് എഴുതി വെച്ചാൽ 1 മാർക്കേ കിട്ടൂ. ഓക്കെ. സോ അപ്പൊ എങ്ങനെയാണ്? വെൻ a charged particle enters a magnetic field will exert a force on it. Force is equal to Q V cross B. No problem. Then see, force is perpendicular to velocity. You can write. Then you can write in another way as force perpendicular to displacement. Am I right? Then what is the equation to calculate work? Work is equal to F dot D. Okay. Then here angle between F and D 90. So work will be FD cos 90. So answer 0. Is it clear? So tell me the steps. When a charged particle enters a magnetic field, force acting on it is equal to Q V cross B. Force is perpendicular to V. In other terms, force perpendicular to D. So work done by the magnetic field is equal to F dot D. Means FD cos theta. What is theta here? 90. So answer is 0. Is it clear?